ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിലെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക. അലോകിൻ്റെ നിർദ്ദേശപ്രകാരം അനു കടലമിഠായി വാങ്ങാൻ കടയിൽ വന്നിരിക്കുകയാണ്. അലോകിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അനുവിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുക, വഴക്ക് പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അലോക് അനുവിനെ കടയിലോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്, അതായത് ഗോമതി സ്റ്റോറിലോട്ട്. അങ്ങനെ അനു വന്നപ്പോൾ അനു മിഠായി നിൽക്കുന്ന സമയത്ത് അലോക് വന്നിട്ട് പറയും, ഇത് പഴയ മിഠായിയാണ്, ഇവിടെ നിന്നൊന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറിയച്ഛൻ ധർമ്മം പറയും, അലോകെ ഇത് ഇത്തിരി കൂടുതലാണ് കേട്ടോ, നീ ഒന്ന് ഒതുങ്ങിയേക്ക് എന്ന് പറയും. അപ്പോൾ അലോക് പറയും, ഞാൻ ഇനി ഒതുങ്ങില്ല, ഞാൻ ഇനി നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഭീഷണിയുടെ സ്വരത്തിലാണ് അലോക് നിൽക്കുന്നത്. അത് കേട്ട് നിന്ന് ദേവിക്ക് ആകെ ദേഷ്യം വരും. ദേവി വന്നിട്ട് പറയുകയാണ് അവൻ്റെ അടുത്ത്, നീ ഒരു പുതുമഴയിൽ വന്ന ഒരു നീർക്കോലിയാണ്, ഈ നീർക്കോലിക്കൊരു വിചാരമുണ്ട്, ഞാൻ മൂർഖമ്പാമ്പിനെ പോലെയാണ്, പക്ഷെ നീർക്കോലി എന്നും നീർക്കോലി തന്നെയാണ് എന്ന് പറഞ്ഞ് ദേവി അവൻ്റെ വായടപ്പിക്കുകയാണ്. പക്ഷെ അവൻ തിരിച്ചതിനൊരു മറുപടി പറയുന്നുണ്ട്, ഒരു നീർക്കോലി വിചാരിച്ചാലും ദേവമംഗലത്ത് അത്താഴം മുടങ്ങുമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറയും. അപ്പോൾ ദേവിക്കൊന്നും പറയാനില്ല, കാരണം അവൻ ഒരു നീർക്കോലി ആണെങ്കിൽ കൂടി അവൻ ഇപ്പോൾ ദേവമംഗലത്തെ മനസമാധാനം നഷ്ടപ്പെടുത്തിയിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ പറഞ്ഞ് അവൻ അനുവിനെ പിടിച്ച് പോവുകയാണ്. അപ്പോൾ അനുവിന് ദേഷ്യം വരികയാണ്. അപ്പോൾ അനുവിനോട് അവൻ പറയുകയാണ്, ഞാൻ ഇന്ന് നിന്നെ ചീത്ത പറഞ്ഞപ്പോൾ നിൻ്റെ മനസ്സിനേക്കാൾ 1000 ഇരട്ടി നിൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അത് കേട്ടപ്പോൾ അനുവിനാകെ ദേഷ്യം വരും. അനു പറയും, നീ ഈ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് അലോക്, നീ ഇത് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ അലോക് ഒരിക്കലും സൃഷ്ടിക്കില്ല, ഞാൻ അലോകാണ്, നീ വിചാരിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് അനുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി അലോക് കൈ ഉയർത്തും. ഈ കൈ ഉയർത്തി അനുവിൻ്റെ വലത്തെ കയ്യിൽ പിടിക്കും. അപ്പോൾ പിടിച്ചിട്ട് അപ്പോൾ അവളിങ്ങനെ കൊതറാൻ ശ്രമിക്കുന്നുണ്ട്, കൈ വെട്ടിമാറ്റാനൊക്കെ. പക്ഷേ അവൻ നല്ല മുറുക്കിയിട്ട് തന്നെ പിടിച്ചിട്ടുള്ളത്. ഇത് കണ്ടുകൊണ്ട് അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. പോലീസുകാരൻ നിൽക്കുന്ന കണ്ടപ്പോൾ അലോകിന് കുറച്ച് പേടി. അലോക് കൈ വിടും. എന്നിട്ട് ഒരു ഫോൺ എടുത്തിട്ട് പറയും, ദേ അനുമോളെ ഈ റീല് നോക്കൂ, ഈ റീല് നന്നായിട്ടുണ്ടോ? അപ്പോൾ പോലീസുകാരൻ വിചാരിക്കുക ആരാണ്, ഇവർ റീൽസൊക്കെ എടുക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് വിചാരിക്കുക. പക്ഷേ അനു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അനു പോലീസിനെ എടുത്ത് പോയിട്ട് പറയും, സാർ ഇതെൻ്റെ ഹസ്ബൻഡാണ്, എന്നെ പബ്ലിക്കായിട്ട് ഉപദ്രവിക്കുകയാണ്, പക്ഷേ ആളൊരു പാവാണ്, ഉപദ്രവിക്കുകയൊന്നും ചെയ്യേണ്ട, പക്ഷെ ഒന്ന് വാൺ ചെയ്തിട്ട് സാറ് വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ പറയും, ഇത് നിൻ്റെ ഭാര്യയാണ്, ഇനി ഈ പെൺകുട്ടീനെ നീ എന്തെങ്കിലും ഇനി ഉപദ്രവിക്കുകയാണ് വെച്ചെങ്കിൽ മോളെ നീ 112 എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ മതി, നീ എവിടെ നിന്നാണ് വിളിച്ചത് ആ സ്ഥലത്തേക്ക് 10 മിനിറ്റിനുള്ളിൽ പോലീസ് വരും, പിന്നെ ഇത് നിൻ്റെ ഭാര്യയാണ്, ഈ കൊച്ചിനെ നീ മര്യാദയ്ക്ക് നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് പോലീസുകാരൻ അലോകിനെ ഭീഷണിപ്പെടുത്തും. സത്യം പറഞ്ഞാൽ അലോകിന് അപ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ട്, കാരണം സംഗതി അലോക് നല്ല വലിയ വലിയ വർത്തമാനങ്ങൾ പറയുമെങ്കിൽ കൂടി പോലീസ്, അടി, ഇതൊക്കെ അലോകിന് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണല്ലോ. അങ്ങനെ പോലീസുകാരൻ്റെ ഭീഷണിയിൽ അലോക് ഒതുങ്ങുകയാണ്. അങ്ങനെ പനു പറയും, ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ വിചാരിച്ചാലും കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് മനസ്സിലായില്ലേ, ഇത് സ്ത്രീകളുടെ ലോകമാണ്, സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിനും ശിക്ഷിക്കാനും ഒക്കെ ഒരു പരിധിയുണ്ട്, നിങ്ങൾക്കൊന്നും അതിനുള്ള ഒരു റൈറ്റും ആരും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് അനു വിജയിച്ച പോലെ അവിടെ നിൽക്കും. അങ്ങനെ അടുക്കളപ്പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗോമതിയാണ് കാണുന്നത്. ഗോമതി പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോമതിയുടെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നത്. അപ്പോൾ ആ കോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ദേവിയാണ്. അപ്പോൾ ദേവി അറിഞ്ഞിരിക്കുന്നല്ലോ അനുവിന് 95% മാർക്ക് വാങ്ങിയത്. അപ്പോൾ ദേവി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഗോമതിയെ വിളിക്കുന്നത്. അപ്പോൾ ഗോമതിക്ക് മനസ്സിൽ നല്ല സന്തോഷം വരുന്നുണ്ടെങ്കിലും ഗോമതി അത് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ ദേവി ചോദിക്കും, അമ്മ എന്താ പറയാത്തത്, അനുമോൾക്ക് 95% മാർക്ക് കിട്ടി, ഇവിടെ നിന്ന് ഈ വീട്ടുകാരെ ഉപേക്ഷിച്ച് പോയവരുടെ വിശേഷമൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഗോമതി ദേഷ്യം അഭിനയിച്ച് ഫോൺ കട്ട് ചെയ്യും. പക്ഷേ പിന്നെ മനസ്സിൽ സന്തോഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണ് മിത്രയും ആര്യനും കൂടി എക്സസൈസും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പം മിത്ര പറയും, ഞങ്ങളിന്ന് അനുവിനെ കണ്ടിരുന്നു, അവൾ 95% മാർക്ക് വാങ്ങി ജയിച്ചു, പക്ഷെ അവളുടെ കൂടെ അലോക് ഉണ്ടായിരുന്നു, അലോക് അവളെ അവിടെ ഇട്ടിട്ട് നാണം കെടുത്തുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തു. അത് കേട്ടിട്ട് ആര്യന് ദേഷ്യം വന്നു, ആര്യനും അലോകും തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായി എന്ന് പറയും. അപ്പോൾ ഗോമതി പറയും, ഇവിടെ നമ്മളെല്ലാവരും ഉപേക്ഷിച്ച് പോയവളല്ലേ, അതുകൊണ്ട് അവൾ കിടന്ന് അനുഭവിക്കട്ടെ, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താണ് പറയുക എന്നൊക്കെ പറഞ്ഞ് ഗോമതി മനസ്സിൽ വിഷമിക്കുന്നുണ്ട്. കാരണം അവരെ ഉപേക്ഷിച്ചിട്ടാണല്ലോ അവൾ പോയിട്ടുള്ളത്.
എന്നാലും ഗോമതി പിന്നെ ഇവളുടെ മാർക്കിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് ഗോമതി പായസം ഉണ്ടാക്കും. ഈ പായസം ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ അതിർത്തിയിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോമതിയുടെ അമ്മ അവിടെ കാണും. അപ്പോൾ ഗോമതി അമ്മേനെ മെല്ലെ വിളിച്ചിട്ട് ഇതേ പായസം ഉണ്ടാക്കി എന്നിട്ട് കൊടുക്കും. അപ്പോൾ അമ്മ ചോദിക്കും, എന്താ ഇന്ന് വിശേഷം? അതൊന്ന് മീനുവിൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയ പായസം. അമ്മമ്മ ചോദിക്കും, അതിന് മീനുവിൻ്റെ പിറന്നാൾ മകരത്തിലല്ലേ, ഇതെന്തിനാ ഈ മാസം? അപ്പോൾ ഗോമതി കിടന്നിങ്ങനെ ഉഴപ്പും. അപ്പോൾ അമ്മമ്മ പറയും, ഞാനും എന്തായാലും പായസം വെക്കണമെന്ന് വിചാരിച്ച് നിൽക്കുക തന്നെയായിരുന്നു. വേറൊന്നുമല്ല, എൻ്റെ പേരക്കുട്ടി അനുമോള് നല്ല മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതായിരുന്നു. എന്തായാലും നീ കൊടുക്കുന്നത് നന്നായി എന്ന് പറയും. നീ അതുകൊണ്ട് വെച്ച പായസം ഒന്നും അല്ലല്ലോ ഇതെന്ന് പറയും. അപ്പോൾ ഗോമതി അങ്ങനെ ദേഷ്യം അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, നീ എൻ്റെ വയറ്റിൽ ജനിച്ച എൻ്റെ മകളാണ്. നീ എന്നോട് എന്ത് തെറ്റ് ചെയ്താലും മനസ്സുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കും. അതേ അവസ്ഥയിലാണ് നീ എന്നും എനിക്കറിയാം. നിൻ്റെ മകൾ നിന്നോട് തെറ്റ് ചെയ്യുമ്പോൾ നീയും അത് മനസ്സുകൊണ്ട് ക്ഷമിക്കുക. അത് നമ്മൾ അമ്മമാരുടെ ഒരു പ്രത്യേകതയാണത്. അമ്മമാർക്കേ മക്കളോട് ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. അതുതന്നെയാണ് നീയും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ ഈ പായസം വാങ്ങിയിട്ട് കൊണ്ടുപോകും. എന്നിട്ടപ്പം നമ്മുടെ അനുമോൾ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ടാവും മൊബൈലിൽ. അപ്പോൾ അനുവിന് പറയും, അനു ഞാൻ നിനക്ക് പായസം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, നീ കഴിച്ചു നോക്കുക എന്ന് പറയും. അപ്പോൾ അനുവിന് സന്തോഷം, നല്ല പായസം എന്നൊക്കെ പറഞ്ഞ് അനു ഒരു സ്പൂൺ എടുത്ത് കഴിക്കും. കഴിച്ചതിന് ശേഷം അനു പറയും, മുത്തശ്ശി ഈ പായസത്തിന് അമ്മ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ ആ ഒരു രുചി തോന്നുന്നു. അപ്പോൾ അതെയോ, അങ്ങനെ തോന്നിയോ എന്ന് ചോദിച്ചു. അങ്ങനെ തോന്നി. അപ്പോൾ മുത്തശ്ശി ആദ്യം പറയുന്നൊന്നുമില്ല ആരാണിത് ഉണ്ടാക്കി കൊടുത്തതെന്ന്. പിന്നെ അവസാനം മുത്തശ്ശി പറയും, ഇത് ഗോമതി ഉണ്ടാക്കി കൊടുത്തതാണ് ഈ പായസം. ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതെന്നാണെന്ന് അറിയോ? നിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അവളത് സമ്മതിച്ച് തന്നിട്ടൊന്നുമില്ല. അപ്പോൾ അനുവിന് ആകെ സങ്കടമാവും. അനു ഇങ്ങനെ കരയൊക്കെ ചെയ്യും. കരഞ്ഞിട്ട് അവൾ പറയും, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കും. നീ ഇപ്പോൾ എല്ലാവർക്കും നിന്നോട് ഇത്തിരി ദേഷ്യമുണ്ട്, കാരണം നീ അവരുടെ അപമാനിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. പക്ഷേ പോകെ അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറയും. അപ്പോൾ നിനക്ക് അമ്മയെ കാണാം. ഇപ്പോൾ നീ വിഷമിക്കേണ്ട, ഇപ്പോൾ നീ പായസമൊക്കെ കുടിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ അനുവിനെ ആശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം യാഥാർത്ഥ്യം വളരെ കുറച്ച് പേർക്കല്ലേ അറിയുള്ളൂ. മീനുവിനും ഇത്രയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അവരാണെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടുമില്ല. അപ്പം അമ്മയും അച്ഛനും വിഷമിക്കുന്ന ആലോചിച്ചിട്ട് നമ്മുടെ അനുവിന് വിഷമം തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോമതി സ്റ്റോറാണ്. ഗോമതി സ്റ്റോറിൽ ദേവി വന്നതിന് ശേഷം മൊത്തത്തിൽ ഒന്ന് ഉഷാറായിട്ടുണ്ട്, ഒരു ഉണർവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാമേട്ടൻ അത് പറയുകയും ചെയ്തു, ദേവിമോൾ വന്നതിന് ശേഷം ഒരു ഉണർവായിട്ടുണ്ട്. അങ്ങനെ ദേവി പറയാണ്, ഉച്ചയായല്ലോ നമുക്കിനി ഭക്ഷണം കഴിക്കാം നോക്കാമെന്ന് പറയും. അപ്പോൾ ധർമ്മം പറയണം, അപ്പുറത്തെ കടയിൽ നല്ല ബീഫും പൊറോട്ടയും കിട്ടും, വേണമെങ്കിൽ ഞാനതാ കഴിക്കാറ്. ചേച്ചി വഴക്ക് പറയുമ്പോൾ മാത്രമേ ഞാൻ വീട്ടിൽ പോയിട്ട് ഊണ് കഴിക്കാറുള്ളൂ. അപ്പോൾ രാമേട്ടൻ പറയും, നീ ഇപ്പോൾ 2 ദിവസമായിട്ട് അതും കഴിക്കാറില്ലല്ലോ, അതെന്താ അമ്മാമൻ ഇപ്പോൾ കഴിക്കാത്തേ? അതോ 2 ദിവസമായിട്ട് ബാലേട്ടനൊന്നും കഴിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനും കഴിക്കാത്തത്. അപ്പോൾ ബാലൻ പറയാണ്, എനിക്ക് പുറത്തൊന്ന് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയും. അതായത് ഈ ഉച്ചഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളങ്ങനെ പറയുന്നത്. അപ്പോൾ ദേവി വന്നിട്ട് പറയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ബാലച്ചൻ പഴയതുപോലെ വേണം. ബാലച്ചനല്ലേ ഞങ്ങളുടെ നായകൻ. ഇത്രയും കാലം ഞങ്ങളെ നയിച്ചിരുന്നത് ബാലച്ചനല്ലേ. അപ്പോൾ ബാലച്ചൻ തീർച്ചയായും വന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരുന്നാൽ ശരിയാവില്ല. ബാലച്ചൻ പഴയതുപോലെ ആവണം എന്ന് പറഞ്ഞ് ദേവി മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. കൂടുതൽ നേരത്തെ തന്നെ സാന്ത്വനത്തിൻ്റെ കഥയും പ്രൊമോ ഡീറ്റെയിൽസും സാന്ത്വനം കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.